എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽ മുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിൻ്റെ പകുതി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഉള്ളി ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നല്ല വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടിയാണ്, എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് ഈ ഒരു മസാല വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാനിവിടെ 1 നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ കുതിർത്താനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേദര എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല പോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കാൻ ശ്രദ്ധിക്കണം. അധികമായിട്ട് നല്ല ഇളക്കരുത്, കാരണം മീനൊക്കെ ഉടഞ്ഞു പോവും. ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി പാനൊന്ന്. ഇതിപ്പോൾ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം ആയിരിക്കട്ടെ ഈ ഒരു കറിക്ക്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് തവി വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ പാനൊന്ന് ചുറ്റിച്ച് എടുത്താലും മതിയാവും. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ആ മീനിലേക്ക് മസാലയും ഇതുപോലെ തന്നെ ഇതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചേരുമ്പോഴാണ് ഈ ഒരു മീൻ കൂടുതൽ ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്നൊരു ബെല്ലും കൂടെ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം വിനസ്.